ഒക്കെ എടുത്തിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയൊരു ബ്ലോഗ് എടുക്കാമെന്ന് വെച്ച്. വേഗം കണ്ടില്ലേ, കുഞ്ഞു വാവകൾക്ക് കൊടുക്കുകയാണെങ്കിൽ വേഗം പറഞ്ഞു കേട്ടോ. ഞാനിതൊക്കെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചേർന്നതാണ്. ഇത് ആർക്കെങ്കിലും ഫ്രോക്കനൈറ്റി ഒക്കെ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തരുവാണെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ കൊടുക്കും കേട്ടോ. നല്ല രസമില്ലേ കാണാൻ? നല്ലൊരു പിങ്ക് കളറാണ്. വീഡിയോക്കകത്ത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോളേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈവനിങ് വ്ളോഗ് എന്ന് പറയാൻ കാരണമുണ്ട്, രാവിലെയാണ് സാധാരണ കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കുക, പക്ഷേ ഇന്ന് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, ഒരു നാടൻ കറിയൊക്കെ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതായത് ഒരു അജറക്കൻ്റെ ഒരു ഫ്രോക്കനൈറ്റി ആണ് കേട്ടോ. ഇത് സ്റ്റിച്ച് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പോൾ ഇതുപോലെ കുറച്ച് സ്റ്റിച്ച് ചെയ്യാമെന്ന് വെച്ചു. റെഡിമെയ്ഡായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 299 രൂപയേ ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പ് ചെയ്തോളൂ. ഞാൻ വാട്സപ്പ് നമ്പർ താഴെ കാണിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതൊരു ക്രീം കളറാണ്. ഇതിൻ്റെ ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഷോർട്ട് പോയി കണ്ടാൽ മതി, കുറച്ചുകൂടി ഇതാവുന്നുള്ളൂ. ഇത് ക്രീം കളറ്. അപ്പോൾ ഒരു 3-4 ഇപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൽ പോകുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. ഇതൊക്കെ റെഡി ടു ഡിസ്പാച്ച് ആണ് കേട്ടോ. അതുപോലെ തന്നെ നൈറ്റി, കുർത്തിയൊക്കെ വരുന്നുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ടൈം കിട്ടില്ല, കാരണം കസ്റ്റമൈസേഷനുകൾ ഉള്ള കാരണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി ഇതൊന്ന് ഇരിക്കുന്ന സ്റ്റിച്ച് ചെയ്ത് അങ്ങ് പോട്ടെ, എന്നിട്ട് ബാക്കി കൂടെ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് വേഗം ഒന്ന് അടുക്കി വെക്കട്ടെ. ഇത് ഒരു നൈറ്റി അല്ല, ഇത് എന്താ പറയുക, വി കോളർ കുർത്തിയാണ്. ഇത് നമുക്ക് നൈറ്റി മെറ്റീരിയലാണ്, പക്ഷെ അജറക്കിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ് വരുന്നത്. അപ്പോൾ വില കൂടുതലാണ് ശരിക്കും. അജറക്കിൻ്റെ മെറ്റീരിയൽ സാധാരണ നൈറ്റി മെറ്റീരിയലിനേക്കാളും വില കൂടുതലാണ്. പക്ഷെ നമ്മൾ വലിയ വില കൂടുതലൊന്നും എടുക്കുന്നില്ല, ഉള്ള റേറ്റിൽ തന്നെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരെ വാട്സപ്പ് ചെയ്യുക. ഇത് കുർത്തിയാണ് കേട്ടോ. കുർത്തിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. സൈഡ് സ്ലിറ്റാണ്. ഇത് ഡബിൾ XL-ലാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വി കോളറിൻ്റെ വീഡിയോ ചിലപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും വരിക, ചിലപ്പോൾ ഈ വീഡിയോക്ക് മുമ്പായിരിക്കും വരിക കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് എല്ലാം ഉൾപ്പെടുത്തും. നമുക്ക് തകർക്കാം. നമ്മൾ ചാനലിനകത്ത്, നമ്മുടെ ചാനൽ തുടങ്ങിയാൽ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുക, വീഡിയോ ആയിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റിച്ചിങ് ഉണ്ട്, കുറേ കുഞ്ഞു കുഞ്ഞു കിച്ചൺ ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇതൊരു കുർത്തി മെറ്റീരിയലാണ് കേട്ടോ. ഇത് വന്നിട്ട് എന്തോ ഒരു പേര് ഞാൻ മറന്നുപോയി. അപ്പം ഇത് ലൈനിങ് കൂടെ എടുത്ത് വെച്ചാണ് കുർത്തി തയ്ക്കാനായിട്ട്. തയ്ച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കണം. ഞാൻ ആർക്കെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിലും വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ അടുക്കി വെച്ചു. ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇരുമ്പമ്പുളിയാണ് പറിക്കാൻ പോകുന്നത് കേട്ടോ. ഇരുമ്പമ്പുളി വെച്ചിട്ട് ഒരു അടിപൊളി ഒരു കറിയാണ്. മീൻ കറിക്ക് പകരം നിൽക്കുന്ന ഒരു കറി എന്ന് പറയാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നാടൻ കറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇരുമ്പമ്പുളി ഞാനിവിടെ ഒരു 5-6 പറിച്ചിട്ടുള്ളൂ. ഒരു 10 വരെ ഞാൻ ഈ പറയുന്ന ഇത് ചെയ്യാം കേട്ടോ. ഇവിടെ പുളി ഒരുപാട് ഇഷ്ടമല്ലാത്തവർക്ക് അല്ലാത്തതുകൊണ്ട് ഒരുപാട് ഇരുമ്പമ്പുളി ചേർക്കണില്ല എന്നുള്ളൂ. അത്യാവശ്യം പുളിയൊക്കെ ഇഷ്ടമുള്ള കറികൾ ഇഷ്ടമുള്ളവർക്ക് ഒരു 10-15 കണക്കെ നമുക്ക് ഇരുമ്പുളി പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇരുമ്പുളി ഇഷ്ടം പോലെ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടായേക്കണതാണ്. ആദ്യത്തെ ട്രിപ്പ് തീർന്നായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് ഉണ്ടായേക്കണ ഇരുമ്പുളിയാണ്. അപ്പോൾ അത് കൂട്ട് ഞാൻ കുറച്ച് പറിച്ചെടുത്തോണ്ട് പോകുന്നു. ഇടയ്ക്ക് ഇങ്ങനെ ഇതേപോലെ പുഴുണ്ട് കേട്ടോ. അപ്പോൾ നോക്കി പറിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് പിന്നെ നമ്മൾ കഴുകിയാണ് എടുക്കണം. എന്നാലും ഒന്ന് നോക്കി പറിച്ചെടുക്കുക, ഇത്രേ ഉള്ളൂ. ഇരുമ്പുളിയൊക്കെ കിട്ടുമ്പോൾ ഈ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിന് അത്യാവശ്യം ഇഷ്ടമുള്ള ഒരു കറിയാണ്. അപ്പം അറിയാലോ, അത്യാവശ്യം അങ്ങനെ ഇങ്ങനെ നല്ലതെന്ന് പറയുന്ന ആളല്ല എൻ്റെ ഹസ്ബൻഡ്. നമുക്ക് ചോറ് ഇട്ടിട്ട് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. കാരണം ചോറില്ല. വൈകിട്ടെങ്ങാൻ വരുവാണെങ്കിൽ ചോറെണ്ണം വേണം പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ പണി വാങ്ങിയല്ലേ. ലൈറ്റർ എന്ന് ഞാൻ അടുക്കള തപ്പണ സാധനമാണ് ലൈറ്റർ. ഇന്ന് പിന്നെ ചോറ് പെട്ടെന്ന് വേവും കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കുത്തിരിയില്ലേ, നമ്മൾ നെല്ലുകുത്തനരി അല്ലേ കുത്തിരി അല്ലേ, അങ്ങനെയല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇത് എന്താ പറയണേ, മില്ലിൽ നിന്നൊക്കെ കുത്തി അരി വാങ്ങിയത്, അങ്ങനത്തെ അരി വാങ്ങിയതാണ് കേട്ടോ. അതായത് റെഡിമെയ്ഡായിട്ട് വിഷാംശമില്ലാത്ത അരി, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പം അത് വേവ് കുറവാണ്. 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി, പെട്ടെന്ന് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം അതുകൊണ്ട് എളുപ്പമുണ്ട് പണി. ഞാൻ എന്നെ തയ്ക്കുന്നത് കാര്യങ്ങൾ ഇത് തന്നെ അവസ്ഥ. അപ്പോൾ മക്കളെ, ഓർമ്മക്കുറവെന്ന് പറയുന്നത് വളരെയേറെ കൂടി വരുവാണ്. നമുക്ക് എന്താണെന്നറിയില്ല, പ്രായത്തിൻ്റെ ആണോ എന്താണോ. എന്തായാലും ഞാനിങ്ങനെ ഒരു സാധനം എടുക്കാൻ തന്നെ ഒരു 100 പ്രാവശ്യം അടുക്കളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും കേട്ടോ.
ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എന്നാ എടുക്കാൻ വന്നെന്നുള്ളത് മറന്നു പോകും. ഇങ്ങനെയുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാൻ മാത്രമാണോ അത് വേറെ നമുക്ക് കൂട്ടുണ്ടോ എന്ന് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ഈ കുത്തരി അതായത് ബിനുവേട്ടൻ്റെ ഒരു അമ്മാവൻ്റെ മോൻ്റെ. അപ്പോൾ അവിടെ ഇങ്ങനെ നെൽകൃഷിയൊക്കെയുള്ള, അപ്പോൾ അവരിങ്ങനെ നെല്ല് കുത്തി അരി വിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. അതാണ് സംഭവം. പറഞ്ഞു വന്നപ്പം പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ വീട്ടിൽ ഈ സംഭവമായിരുന്നു കേട്ടോ. അത് പപ്പയുടെ അമ്മ അച്ഛനും ഇങ്ങനെ കൊയ്യാനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നെല്ലിങ്ങനെ ചാക്ക് കെട്ട് കണക്കിന് ഇങ്ങനെ ചാക്ക് കെട്ട് കണക്കുന്ന ഒരുപാട് വലിയ ചാക്കൊന്നുമില്ല കേട്ടോ, എന്നാലും അത്യാവശ്യം ഒരു കുടുംബത്തിന് കഴിയേണ്ട നെല്ല് കിട്ടും. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ താഴെ ഒരു മില്ലുണ്ടായിരുന്നു നമ്മുടെ എന്നാ പറയണേ, തോട്ടിലെ അമ്പലത്തിൻ്റെയൊക്കെ അവിടെ പോണ വഴിക്ക് തോടൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയാലും. അപ്പോൾ അവിടെ ഒരു ചെറിയ മില്ലുണ്ടായിരുന്നു, അവിടെ കൊണ്ടാണ് കുത്തിച്ചിട്ട് ആ ചോറാണ് കുഞ്ഞിലെയൊക്കെ നമ്മൾ ഉണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഉള്ള അരിയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ എന്നാ പറയണേ, ചൂടുവെള്ളം ഒഴിച്ച് കഴുകി കഴിയുമ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ്ങാണ് വരുന്നത്. കഞ്ഞിവെള്ളമൊക്കെ അറിയാം ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ പൊളിഞ്ഞിരിക്കുകയെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിഷാംശമില്ലാത്ത അരി. ഈ അരി ചുമ്മാ പച്ചവെള്ളത്തിൽ കഴുകിയാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് ഇച്ചിരി ഉണക്കമീനുണ്ട്. ഇതെന്നതാ, ഏതാണ്ട് ഇങ്ങനെ കീറിയ മീനാണ്. പല്ലിയാണോ പരവയാണോ എന്നാ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്ക് പിന്നെ മീനിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. പടം മത്തിയും അയലയും കിളിയും അങ്ങനെയുള്ള മീനുകൾ മാത്രമേ എന്നോട് ചോദിക്കുള്ളൂ. ബാക്കിയുള്ള മീനുകളൊന്നും എന്നോട് ചോദിക്കരുത് കേട്ടോ. ചെമ്മീൻ, അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് മീനുണ്ടല്ലോ, അങ്ങനത്തെ പേര് മാത്രമേ എനിക്കറിയാവുള്ളൂ. അല്ലാത്തൊരു മീൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതവിടെ വെള്ളത്തിലിട്ടു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് മീൻകറിയുടെ ഒരു രീതി തന്നെയാണ് നമ്മൾ ഈ ഒരു കറി വെക്കുന്നത്. കുറച്ച് ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ ആദ്യം ഇത്തിരി ഉള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഇത്രയും നമുക്ക് എടുക്കണം. അപ്പോൾ അതിനകത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും നമുക്കൊന്ന് ചതച്ചിട്ട് എടുക്കണം കേട്ടോ. അത് ഞാനാണെങ്കിൽ തുണിയുടെ മുകളിൽ വെച്ച് ആ സംഭവം ഇടികല്ല് വെച്ച് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭാരം താഴേക്ക് ചെല്ലില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇടിച്ചതാണ് കേട്ടോ. അപ്പം ഇടിച്ച് നോക്കിയത് അങ്ങനെ കുഴപ്പമില്ല കേട്ടോ. തുണി അടിയിൽ നല്ല രീതിയിൽ കട്ടിയിൽ മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇടികല്ല് വെച്ചിട്ട് ഇടിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. തറയിലേക്ക് എൻ്റെ ഒത്തിരി ഇത് ചെല്ലണില്ല എന്നുള്ളതാണ്. അപ്പോൾ മീൻകറി വെക്കണം അതേ രീതിയിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എണ്ണ ഒഴിക്കുക, അതുപോലെ തന്നെ കടുക് കടുക് പൊട്ടി വന്നു കഴിയുമ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒരു 5-8 ഉള്ളിയും 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിനകത്ത് ഉലുവ ചേർക്കുന്നില്ല. അതുപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ചെറിയ രീതിയിൽ മാറ്റമുണ്ട്, അത്രേ ഉള്ളൂ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ കേട്ടോ. വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി തേങ്ങ അരയ്ക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാൻ മറന്നു പോകരുത് കേട്ടോ. കറിവേപ്പില നമ്മുടെ മീൻ കറിക്കൊക്കെ കറിവേപ്പില, ഏത് കറിയാണെങ്കിൽ നാടൻ കറിയാണെങ്കിൽ കറിവേപ്പില ഒഴിവാക്കാൻ പാടില്ലാത്ത സംഭവം അല്ലേ. അപ്പോൾ അത് കൂടി ഇട്ട് കൊടുത്തിട്ട് പതിയെ അതവിടെ ഇരുന്ന് വഴന്ന് വരട്ടെ കേട്ടോ. അപ്പോൾ എന്താ പറയണേ, തേങ്ങ ഇറങ്ങാനുള്ള ആ സമയം കൊണ്ട് ചിരകി വെച്ചു. അപ്പോൾ തേങ്ങ മാത്രമായിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതി. അതിനകത്ത് ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല. ബാക്കി മസാലകളൊക്കെ പിന്നീടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തേങ്ങ അവിടെ ചിരകി ഒരു 5-6 ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയിട്ടുണ്ട് കേട്ടോ. ഞാൻ മൊത്തമായിട്ട് വീഡിയോ എടുത്തില്ല എന്നുള്ളൂ. അന്നേരത്തേക്ക് നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഒരത്തിരി മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി ഒരു 2 ചെറിയ സ്പൂൺ, പിന്നെ മുളക് പൊടി ഒരു 2-2.5 സ്പൂൺ കേട്ടോ. അത് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. മീൻ കറി പോലെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 3 സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുളക് പൊടിക്ക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ കൂട്ടെന്ന് പറഞ്ഞാൽ. അതൊന്ന് പച്ചപ്പോണം മാറി പച്ചപ്പോണം മാറി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയില്ലേ, ആ തേങ്ങ ചേർത്ത് കൊടുക്കണം കേട്ടോ. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ചെറിയ രീതിയിൽ 2 മിനിറ്റ് വരെ ഒന്ന് തിളയ്ക്കട്ടെ. അന്നേരത്തേക്ക് നമുക്ക് ഈ എന്നാ പറയുക, ഇരുമ്പുളി അരിഞ്ഞെടുക്കാം. ഇരുമ്പുളി വട്ടത്തിലോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അരിയാം കേട്ടോ. ഇവിടെ ഇരുമ്പുളി എന്ന് പറയുന്നത് സാധനം കഷ്ണങ്ങളായിട്ട് കിടക്കണ ഇഷ്ടമല്ല. അവിടെ ഞാൻ ചെറിയതായിട്ടാണ് അരിഞ്ഞേക്കണത്, മാക്സിമം ചെറുതായിട്ടാണ് അരിഞ്ഞേക്കണത്. അപ്പോൾ അത് നമ്മുടെ കറി അവിടെ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട്. എന്നാ പറയണ, അത്യാവശ്യം ഒന്ന് ഒരു മീഡിയം ലെവലിൽ വെള്ളം കൊടുക്കണം കേട്ടോ. പിന്നെ ഒത്തിരി ഇങ്ങനെ ലൂസായിട്ടിരിക്കുന്ന കറിയല്ല, ഇത് ഇത്തിരി ഒന്ന് കുറുകിയിരിക്കാനാണ് ഈ കറി ടേസ്റ്റ്. അപ്പോൾ ഇനിയിപ്പം ഇരുമ്പുളിയും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കണം കേട്ടോ. അതായത് ഇരുമ്പുളി നന്നായിട്ട് വെന്തുടഞ്ഞു എന്നുള്ളവർക്ക് അതിനനുസരിച്ച് വേവിക്കാമെന്നുള്ളൂ. എന്നിട്ട് പിന്നെ കടുക് താളിക്കണം. അപ്പോൾ ഇത്രയും ആക്കി വെച്ചപ്പോഴത്തേക്കും മക്കളെ കൊണ്ടുവരാൻ പോണ സമയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മക്കളെ കൊണ്ടുവരാനായിട്ട് പോവാണ് കേട്ടോ.
ഇന്നാണെങ്കിൽ മക്കൾ താമസിച്ച് വന്നത്. ഞാൻ ലോ ഫ്ലെയിം വെച്ചിട്ടാണ് പോയത്. എന്താകുമോ എന്തോന്ന് ഓർത്തു. കുഴപ്പമൊന്നും പറ്റിയില്ല. തിരിച്ച് വന്നപ്പോഴത്തേക്കും അപ്പോൾ മക്കൾ വന്ന വഴിയെ മുട്ടായിയുടെ കാര്യമാണ് പറയണത്. അവർക്ക് മുട്ടായി കിട്ടി. അപ്പോൾ ധ്യാനൂട്ടനൊരു കോലുമുട്ടായി കിട്ടി. അച്ചുക്കുട്ടന് ഈ 2-3 ടൈപ്പ് മുട്ടായി ഇങ്ങനെ ചെറിയ ചെറിയ മുട്ടായികൾ കിട്ടി കേട്ടോ. അപ്പോൾ ധ്യാനൂട്ടൻ പറയാം, അമ്മ എനിക്ക് ഒരു മുട്ടായി കിട്ടുള്ളൂ ചേട്ടാ, അച്ചുവിന് ഇഷ്ടംപോലെ മുട്ടായി കിട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അച്ചുവാണെങ്കിൽ അത് മുഴുവനോടെ വായിട്ടിട്ട് ധ്യാനൂട്ടൻ്റെ കയ്യിലാണ് വാങ്ങിക്കാൻ നോക്കുവാണ് കേട്ടോ. അതാണല്ലോ നമ്മുടെ അച്ചുക്കുട്ടൻ. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, നീ നിൻ്റെ മുട്ടായി എന്നാൽ മതി, ധ്യാൻ്റെ കഴിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അവിടെ വിലപ്പോകിയല്ലോ. പിന്നെ ലാസ്റ്റ് മടുത്ത് കഴിഞ്ഞപ്പോൾ ധ്യാൻ അതുകൂട്ട് കുറച്ച് പഠിച്ചോടാന്ന് പറഞ്ഞു. അച്ചുകൂട്ടിന് ഒട്ടും പഠിച്ചില്ല, അതിൻ്റെ മുക്കാലും പഠിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഓരോരോ വഴക്കും പിടുത്തമൊക്കെ ആയിരുന്നു പിന്നെ കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ ഇത് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കടുക് താളിക്കുക എന്നുള്ള ചടങ്ങാണ്. കടുക് താളിക്കാനായിട്ട് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ 1-2 വറ്റൽമുളകും കൂടെ ഒടിച്ചിട്ടു, പിന്നെ ഒരു 2-3 കുഞ്ഞുള്ളി അരിഞ്ഞിട്ടു, കറിവേപ്പില ഇട്ടു. അപ്പോൾ ഇത്ര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കടുക് താളിക്കലായി. അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള കറിയല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കാം. നാടൻ കറികൾ ഇഷ്ടമുള്ളവർക്ക് ഇതും ഇഷ്ടമാവും. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ഉണ്ടാക്കാനിരിക്കുന്നവർ ഉണ്ടാക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ, അഭിപ്രായങ്ങൾ. ഓക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതവിടെ മൂടി വെച്ചു. എന്നിട്ട് പിന്നെ മീൻ ഇച്ചിരി വറക്കാനുള്ളത് ഞാൻ മുളക് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വറക്കാനായിട്ട് വെക്കുവാണ് കേട്ടോ. അതവിടെ നിന്ന് ചൂടാകുമ്പോഴത്തേനും മക്കൾക്ക് ചായയും കൊടുക്കാമല്ലോ. മക്കൾ പിന്നെ വന്നു കഴിഞ്ഞാൽ ഒന്ന് എന്നാ പറയണ ഒന്ന് റെഡിയായിട്ട് മേലൊക്കെ കഴുകിയിട്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരിക്കും കുറേ നേരം. പിന്നെ ഒരു വിധത്തിൽ നമ്മൾ വഴക്കും വക്കാണമൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഒന്ന് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി താമസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ സമയം കൊണ്ട് ഞാൻ മീൻ വറക്കാൻ വെച്ചു. അപ്പോൾ ഇത് ചായ കൊണ്ട് വെച്ചു. രാവിലെ അപ്പവും പയറുകറിയായിരുന്നു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് ഇട്ടില്ലേ, ആ ഷോർട്ടിനകത്ത് കാണിച്ചിട്ടുണ്ട് അപ്പവും പയറുകറി. പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കട്ടൻ ചായയാണ് ഉണ്ടാക്കിയത് വൈകുന്നേരം. അപ്പോൾ അച്ചുകൂട്ടൻ അതിലൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ മക്കളെ 2 പേരും വിളിച്ച് ഒരു വിധത്തിൽ ഞാൻ ചായ കുടിപ്പിച്ചു. അപ്പോഴത്തേക്കും അന്തരീക്ഷത്തിൽ നല്ല മഴക്കാറ് വെച്ച് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മഴ പെയ്യോ ഇല്ലയോ എന്നിങ്ങനെ ശങ്കിച്ചിങ്ങനെ നിൽക്കുവാണ്. മുറ്റം അടിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മഴ ഇന്നലെ ഇതുപോലെ ഇന്നലെ വൈകിട്ട് മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ മുറ്റം അടിച്ചിട്ടാണ്. അതുകൊണ്ട് ഒട്ടും തന്നെ ചപ്പൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഒന്ന് അടിച്ചിട്ട് കഴിഞ്ഞാൽ നാളെ രാവിലെ അടിക്കേണ്ട, അതാണ് അതിൻ്റെ ഗുണം. അപ്പോൾ ഞാനിങ്ങനെ മടിച്ച് നിൽക്കുക. അപ്പോൾ എന്തായാലും പോട്ടെ, നമുക്കൊന്ന് ഇച്ചിരി തുണി ഉജാല മുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മുക്കിയിട്ട് വീണ്ടും മഴ പെയ്തില്ലെങ്കിൽ അടിക്കാൻ സാഹചര്യം പോലെ ചെയ്യാം എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഉജാല മുക്കാനുള്ളതൊക്കെ ഉജാല മുക്കിയിട്ടു. അതിന് ശേഷം പയറ് നനയ്ക്കാനുള്ളതൊക്കെ നനയ്ക്കുവാണ്. അപ്പോൾ പയറ് നനയാണെങ്കിൽ ഈ പയറൊക്കെ ഇങ്ങനെ ചാഴിയോ അങ്ങനെ എന്തോ സംഭവം ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പ്രാണി വന്നിരിക്കുന്നുണ്ട്. അത് പോകാൻ എന്താ ടിപ്പുള്ളത്, ആർക്കെങ്കിലും ഒരു ടിപ്പറിയാമെങ്കിൽ പറഞ്ഞു തന്നെ. അപ്പം ഞാനതൊക്കെ നനച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ചെടികൾ കേട്ടോ. നമ്മുടെ റോസയിലൊരു മുട്ട ഉണ്ടായിട്ടുണ്ട്. റോസ മൊത്തം പോയിരുന്നു ഉണങ്ങി. എന്നിട്ട് ഞാനിവിടെ വന്നപ്പോൾ നനച്ച് ആക്കിയെടുത്തതാണ് കേട്ടോ. അതുപോലെ തന്നെ ചീനി പയറ് ഈ ഒരു ഇതായുള്ളൂ കേട്ടോ. ഇത് കണ്ടെത്തി ഇടുന്ന പയറായിരുന്നു. അപ്പോൾ കുറ്റിപ്പയറാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ നാമ്പൊന്നും വെച്ചിട്ടില്ല, നാമ്പ് വെക്കേണ്ട സമയമായില്ല ഇത്ര നേരമായിട്ട്. പിന്നെ കുറച്ച് ചീനി പാകിയത് ഞാൻ പറിച്ച് നട്ടിട്ടുണ്ട്, അതാണ് കേട്ടോ ഇത്. പിന്നെ കുറച്ച് തുളസിയുടെ തൈ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പറിച്ചിട്ട്, ഇതാണ് നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയില്ലാത്ത കറിവേപ്പ്. അപ്പോൾ ഞാനത് നനച്ചു കൊടുക്കണ്ട കേട്ടോ, ഉണ്ടാവുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. പിന്നെ നിങ്ങളെ കാണിച്ചു തരാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒരേ ഒരു സംഭവം ഇതാണ് കേട്ടോ. ഇതെന്നതാ, വടുക പുളി നാരങ്ങ കണ്ടില്ലേ, ഇതാണ്. അപ്പോൾ അതവിടെ നിൽക്കണു. പിന്നെ നമ്മുടെ ചീനിന്ന് തൊട്ടെ ചീരയാണ് കേട്ടോ. ചീര ഞാൻ നട്ടിട്ട് പതിയെ മുളച്ച് വന്നുണ്ട്. അപ്പോൾ അതൊന്ന് പതിയെ അങ്ങ് നാമ്പിട്ട് തുടങ്ങിയുള്ളൂ. ഇന്നലെയാണ് മിനിങ്ങാന്നാണ് ഞാൻ പാകിയെന്ന് ഓർക്കണില്ല. ഇത്ര ആയിട്ടുള്ളൂ കേട്ടോ. 2-3 ദിവസം എടുക്കുമല്ലോ ഒന്ന് മുളച്ച് ഇത് വരാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഇച്ചിരി വെള്ളം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടല്ലോ അച്ഛ വന്നു കേട്ടോ. അച്ഛ മീൻസ് എൻ്റെ ഹസ്ബൻഡ്. അച്ഛാന്നൊക്കെ ഞാൻ ഇടയ്ക്ക് വിളിക്കും, പിള്ളേർ വിളിക്കുന്നതായിട്ട്. അപ്പം കുറേ മലബാർ മിഠായി ഇതൊക്കെ ഇതും കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ വിനേട്ടനൊരു പെങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ ഇതെല്ലാം വാങ്ങിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോ, അത് കഴിച്ചിട്ടില്ലേ ബാക്കി പരിപാടിയുള്ളൂ. പിന്നെ അതൊക്കെ ഇരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് നേരം കഴിക്കുകയോ ഒക്കെ ആയിരുന്നു. അപ്പോൾ അച്ചുകുട്ടൻ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാനെന്താ ഇതുപോലെ ഇങ്ങനെ എടുത്ത് കഴിക്കണോ. ധ്യാനോട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചു. പിന്നെ അതെ നമ്മുടെ ഫോണിൻ്റെ വെട്ടത്തിൻ്റെ താണ് കേട്ടോ അതിൽ സന്ധ്യയായിട്ടുണ്ടായിരുന്നു. ഫോണിങ്ങനെ വെട്ടമുള്ള കാരണം ഫോണിൻ്റെ വെട്ടത്തിൻ്റെതാണ്. അപ്പോൾ സന്ധ്യാസമയം നാമം ചൊല്ലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് വന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് പൊടിക്കാനാണ്. പുട്ടിന് അരിപ്പൊടി ഉണ്ടാക്കിയല്ലേ, അതിനായിട്ട് ഞാൻ വെള്ളം എന്ന് പോട്ടെ അരി വെള്ളത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്നാ പറയണേ വാർന്ന് വരാനായിട്ട് ഇങ്ങനെ ചരിച്ച് വെച്ചേക്കണം കേട്ടോ അരിപ്പ പാത്രത്തിൽ ഇട്ടിട്ട്. അപ്പോൾ അതൊന്ന് വാർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇച്ചിരി ഒരു കറണ്ടിന് വോൾട്ടേജ് കൂടുതലെന്ന് പറഞ്ഞാലും ഞാൻ വേഗം തന്നെ പൊടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ അരിപ്പയ്ക്കകത്തിട്ട് അതിങ്ങനെ അരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, കുറേശ്ശെയായിട്ട്. പുട്ടിൻ്റെ അരിപ്പാന്ന് പറഞ്ഞാൽ ഏറ്റവും തുളയുള്ള അരിപ്പ അതാണ്. ഇത് ശരിക്കും പുട്ടിൻ്റെ പൊടിയുടെ അരിപ്പയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം പണ്ട് നമ്മൾ ഇത് വാങ്ങിയ സമയത്ത് നമ്മൾ ഇങ്ങനെ വീടൊക്കെ മാറിയ സമയത്തല്ലേ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക്കാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇരുമ്പിൻ്റെ ഓർത്ത് ചായ കൊണ്ട് മൂടി വെച്ചു. ചായ മൂടി വെച്ചോടുകൂടി ആ സാധനം മുഴുവൻ പോയി. അപ്പോൾ ഏതോ ഒരു അരിപ്പ അങ്ങനെ പോയി. 3 അരിപ്പയാണ് സാധാരണ രീതിയിൽ വരിക. അപ്പോൾ അതിൽ ഒരെണ്ണം പോയി എന്നാണ് വന്നത്. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ അല്ലേ ഇവിടുത്തെ കുടുംബനാഥാ. അപ്പോൾ പിന്നെ ആരോട് പറയാൻ, നമുക്ക് അബദ്ധം പറ്റി നമ്മൾ മിണ്ടിയില്ല. ഇപ്പോഴാണ് ആ ന്യൂസൊക്കെ ഫ്ലാഷ് ആവുന്നത് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ചൂടാക്കണം കേട്ടോ. അരിപ്പൊടി ചൂടാക്കണ വേറൊന്നുമില്ല, നമ്മൾ പൊടി നന്നായിട്ട് ചൂടായി വരണം. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ആ പാത്രത്തിൽ തന്നെ വെക്കുവാണെങ്കിൽ, ചൂടായി കഴിഞ്ഞിട്ട് ആ പാത്രത്തിൽ തന്നെ വെക്കുവാണെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റവ് ഓഫാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതായത് ചൂട് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും. പിന്നെ അരിപ്പൊടി നന്നായിട്ട് ചൂടാകും, പച്ചപ്പൂണം മാറും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വേഗം ഒന്ന് കഴുകി വെച്ചു. അത് ഞങ്ങൾ ചോറിന് എടുത്തു കേട്ടോ. കറിയും ഉണക്കമീൻ വറുത്തതും പപ്പടവും. പിന്നെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. ഇടയ്ക്കൊരു 3-4 തവണ കറണ്ട് പോയി. അപ്പോൾ ഇതാണ് എന്നാ മുപ്പിളി വണ്ട്. ഞാൻ അരച്ചുകൊണ്ടിരുന്ന സമയത്ത് തലയേക്കട വന്നേ. അപ്പം ഈ സാധനം ചെവിയെ കയറുമെന്ന് പറയണം. മുപ്പിളി വണ്ടെന്ന് ഇവിടെ പറയണേ. അപ്പോൾ അത് അച്ചുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് വഴക്കിടുന്നുണ്ട് ഫോണിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ. കുഞ്ഞു വിശേഷങ്ങളായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.